അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വന്നത് റുബിക്സ് ക്യൂബ് എങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ റുബിക്സ് ക്യൂബിൻ്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് മെത്തേഡുകൾ ഉപയോഗിച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് ഏറ്റവും ഷോർട്ടായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇതും ഇക്വേഷൻ ഇല്ലാതെ അല്ല അധികം പഠിപ്പിക്കുന്ന ഇക്വേഷന് കാണാതെ പഠിച്ചിക്കാണ്ട് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ അത് നമ്മൾ ഇക്വേഷൻ മറന്നു പോയാൽ നമ്മൾ സ്റ്റക്കായി പോകും. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ ഇല്ലാതെ നമ്മളൊരു ലോജിക്കൽ മൈൻഡും കുറച്ച് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വേണ്ടത് ക്ഷമ എന്നുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കുക. പിന്നെ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചിലർക്ക് ഉണ്ടാവും. ഇത് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. നമ്മൾ വെറുതെ ഗെയിം കളിച്ചിരിക്കുന്ന പോലെ ഒന്നല്ല, നമ്മൾ ടൈം പാസിന് ചെയ്യുന്ന പോലെയല്ല. ഇത് ചെയ്യുന്നതിനോട് കൂടിയിട്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതിലൊന്നാണ് നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമുക്കുണ്ടാവും. പിന്നെ മെമ്മറി പവർ ഉണ്ടാവും. പിന്നെ നമ്മളെ മൈൻഡ്, ഐ, ഹാൻഡ് തമ്മിലുള്ള കോർഡിനേഷൻ വർദ്ധിക്കും. പിന്നെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്ഷമ കൂടും. പിന്നെ നമ്മുടെ സ്ട്രെസ്സ് കുറക്കാൻ സാധിക്കും. നല്ല സ്ട്രെസ്സൊക്കെ ഉള്ള ടൈമിൽ നമ്മൾ ഇതിങ്ങനെ ഇരുന്ന് ചെയ്താൽ മതി. നമ്മളെ സ്ട്രെസ്സ് കുറേ കുറയും. പിന്നെ ഇമ്പ്രൂവ് റിഫ്ലക്ഷനാണ്. നമ്മളെ പ്രതികരണങ്ങളൊക്കെ നല്ല ഡെവലപ്പ് ആവാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ടൈം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഞാൻ ഈ 3x3 ആണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഈ വീഡിയോ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ വീഡിയോ കൊണ്ട് തന്നെ പഠിച്ചെടുക്കും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ 4x4 സോൾവ് ചെയ്യണം. റെഡി അല്ലേ? അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട സംഭവം, ഇതിലെല്ലാ പീസും മൂവബിളാണ്. എല്ലാ പീസും മൂവാണ്. ഇതാണ് എഡ്ജ് പീസ് എന്ന് പറയുന്നത്, ഇതാണ് കോർണർ പീസ്. ഈ 4നാണ് എഡ്ജ് പീസ് വരിക. ഇത് നമ്മൾ എഡ്ജ് പീസ് എന്നാണ് വിളിക്കുക. ഇത് കോർണർ പീസുകളാണ്, ഈ കോർണറിൽ വരുന്നത്. എല്ലാ സൈഡിലും ഒരേപോലെ തന്നെയാണ്. പിന്നെ ഇത് ബേസ് പോയിൻ്റാണ്. ഈ ബേസ് പോയിൻറ്റിൻ്റെ ഇതിൽ മാറില്ല. ഈ 4 ബേസ് പോയിൻറ്റ് നമ്മൾ മാറില്ല. ഈ 3x3ൻ്റെ ഇതിലാണ്. നേരെ മറിച്ച് ഈ 4x4 ബേസ് പോയിൻ്റൊക്കെ മാറും. ഇതിൻ്റെ കളറൊക്കെ ചിലപ്പോൾ മാറി മാറി വരും. പക്ഷേ ഈ 3x3യിൽ നമുക്കിത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ബേസ്. ഇത് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാം ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മളെ ബേസ് പോയിൻ്റ് ആണല്ലോ. ഈ യെല്ലോൻ്റെ ബേസ് പോയിൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരൽ വൈറ്റ് ആയിരിക്കും. ഇതെല്ലാ റുബിക്സ് ക്യൂബിലും അങ്ങനെ തന്നെ വരിക. ചിലതിലേ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ആദ്യം തന്നെ കണ്ടെത്തുക ഏതാണ് ഓപ്പോസിറ്റ് വരുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇത് ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ യെല്ലോൻ്റെ ചുറ്റും ഒരു വൈറ്റിൻ്റെ പ്ലസ് കൊണ്ടുവരണം. ഈ എഡ്ജ് പീസുകൾ 4 വൈറ്റ് ആക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട മെത്തേഡ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു വൈറ്റ് സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ മാറ്റാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ വൈറ്റ് പീസിൻ്റെ ഈ യെല്ലോ പീസിൻ്റെ 4ൽ വൈറ്റ് കൊണ്ടുവരാൻ ആദ്യം വൈറ്റുകൾ എവിടെയുണ്ട് നോക്കേണ്ടത്. ഈ കോർണർ പീസുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യരുത്, അതിൻ്റെ കളറും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഇവിടെ ഈ എഡ്ജ് പീസുകളിൽ വരുന്ന വൈറ്റ് കളറുകൾ മാത്രം നമ്മൾ നോക്കുക. അപ്പോൾ എഡ്ജ് പീസിൽ ഇവിടെ ഒരു വൈറ്റ് കളർ ഉണ്ട്. അപ്പോൾ അത് നേരെ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളൂ. പിന്നെ എവിടെ വൈറ്റ് ഉള്ളത് നോക്കുക. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഈ വൈറ്റ് നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല, ശ്രദ്ധിക്കുക. ഇങ്ങനെ കൊണ്ടു വന്നാൽ നമ്മൾ ഇവിടെയാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ആയിരുന്നല്ലോ ഇത് നീങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് തിരിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചാൽ അത് ഇവിടെയും റെഡിയായി, സോൾവായി പോയി. ഇനി നമുക്ക് ഇവിടെ 2 വൈറ്റാണ് കൊണ്ടുവരാനുള്ളത്. അപ്പോൾ ഇനി എവിടെ വൈറ്റ് എന്ന് നോക്കുക. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഇൻ കേസ് അത് ഇവിടെയൊക്കെ ആണെങ്കിലും നേരെ ഇങ്ങനെ ഇങ്ങോട്ട് തിരിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി അഥവാ ചിലപ്പം ഇതും നേരെ ഇങ്ങോട്ട് തിരിക്കേണ്ട മെത്തേഡേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ. എന്നാൽ ഇതൊക്കെ നമുക്ക് വളരെ ലോജിക്കൽ മൈൻഡ് കൊണ്ട് നമ്മൾ കളർ ഇപ്പോൾ വൈറ്റ് ഇനിയിപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചാൽ ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യും നോക്കുക. ഇതിങ്ങനെ ഇങ്ങോട്ട് കൊടുന്നാൽ ഇവിടെയാണല്ലോ വരിക. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യും, ഇന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ച് വെക്കുക. അപ്പോൾ ഈ ഭാഗത്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമ്മളിത് ചെയ്താൽ ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ലോജിക്ക് ഉപയോഗിച്ചിട്ടൊന്നും ചെയ്യാനുള്ളൂ, ഒരുപാട് പഠിക്കാനൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ ബേസ് പോയിൻറ്റുകൾ നോക്കുക. ഇതാണല്ലോ ഇപ്പോൾ വൈറ്റ്. ഈ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കളർ നോക്കുക, ഗ്രീനാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ബേസ് പോയിൻറ്റിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ ബേസ് പോയിൻറ്റ് റെഡ് ആണുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നേരെ ഗ്രീനിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഇത് നേരെ നമ്മൾ ഇവിടെ വൈറ്റ് ആണല്ലോ, ഇവിടെയാണല്ലോ ഈ വൈറ്റിൻ്റെ മാച്ച് ഉള്ളത് ബേസ്. അപ്പോൾ ഇത് നമുക്ക് ഈ ബേസ് മാച്ച് ആക്കിയതിൻ്റെ ശേഷം നേരെ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുക. കണ്ടില്ലേ? അപ്പോൾ ഈ കളറും മാച്ചായി, ഈ കളറും മാച്ചായി. അപ്പോൾ ഇനി അടുത്തത് നോക്കുക. ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ നോക്കുക, വൈറ്റിൻ്റെ അടുത്ത ഓപ്പോസിറ്റ് റെഡാണ്. അപ്പോൾ റെഡിൻ്റെ ബേസ് പോയിൻറ്റിലേക്ക് കൊണ്ടുപോവുക. റെഡ് ഇവിടെ ബേസ് മാച്ചായി, നേരെ ഓപ്പോസിറ്റിലേക്ക് തിരിക്കുക. അതുപോലെ ഈ 4 പീസും ചെയ്യുക. ഇവിടെ ഇത് റെഡി ആയിട്ടാണ് നിൽക്കുന്നത്, നേരെ ഓപ്പോസിറ്റിലേക്ക് തിരിക്കുക. ഇതും റെഡി ആയിട്ടാണ് നിൽക്കുന്നത്, അപ്പോൾ നേരെ ഓപ്പോസിറ്റിലേക്ക് തിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വൈറ്റ് പ്ലസ് കിട്ടി. അപ്പോൾ ഇതാണ് അടുത്തൊരു സ്റ്റെപ്പ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കോർണറിലുള്ളത് വൈറ്റ് പീസ് കൊണ്ടുവരിക. കോർണറിൽ വൈറ്റ് പീസ് കൊണ്ടുവരണമെങ്കിൽ ഒരു കണ്ടീഷൻ എന്താ വെച്ചാൽ, ഇവിടെയാണല്ലോ ഇപ്പോൾ ഈ വൈറ്റ് നിൽക്കുന്നത്. ഈ 3rd ലെയറിൽ നമുക്ക് വൈറ്റ് ഇങ്ങനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വരണം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിക്കാം. ഇങ്ങനെ ഫേസ് ചെയ്ത് വരുന്ന രീതിയിൽ വേണം. ഇങ്ങനെ ഫേസ് ചെയ്താൽ നമുക്ക് അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഭാഗത്തേക്ക് അത് കൊണ്ടുവരണം, ഈ രീതിക്ക് കൊണ്ടുവരണം. അപ്പോൾ ആദ്യം 1 by 1 ആയിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് സോൾവ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ളത് കൊണ്ടുവരണത് ആലോചിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ വൈറ്റിൻ്റെ പീസ് കൊണ്ടുവരണമെങ്കിൽ, ഈ എഡ്ജ് പീസ് കൊണ്ടുവരണമെങ്കിൽ എവിടേക്കെങ്കിലും കൊണ്ടുവന്നാൽ പോരാ, അതിൻ്റെ കറക്റ്റ് പ്രോപ്പർ പ്ലേസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മളെന്താ നോക്കുക, എപ്പോഴത്തെയും പോലെ ബേസ് പോയിൻ്റാണ് നോക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഏതാണ്, റെഡാണ്. അപ്പോൾ റെഡിൻ്റെ ബേസിലേക്ക് കൊണ്ടുപോകുക. അത്
ഇപ്പോൾ കണ്ടില്ല ബേസ് പോയിൻ്റ് റെഡ് മാച്ചായി. അപ്പോൾ നമുക്ക് ഈ പീസ് നേരെ ഇനി ഇങ്ങോട്ടാണ് വരേണ്ടത്. അപ്പോൾ അതിനുള്ളൊരു മെത്തേഡ് ഇക്വേഷനൊന്നും ആയിട്ട് പഠിക്കേണ്ടത്, നമ്മൾ ഈ റെഡ് ഭാഗം നമ്മളെ ഫേസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് നേരെ ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കറക്കുക, ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരാം. ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ പല വീഡിയോയിലും പഠിപ്പിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ്. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി നമുക്ക് ഇവിടെ എവിടെയും വൈറ്റ് പീസ് കിട്ടുന്നില്ല. വൈറ്റ് പീസ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം അങ്ങോട്ട് വൈറ്റ് പീസ് കൊണ്ടുവരാനുള്ളത് നോക്കണം. അപ്പോൾ ഈ ലെയറിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ ഇവിടെ കോർണർ ഏതായാലും നമുക്ക് വേണ്ടാത്തൊരു പീസാണുള്ളത്. അപ്പോൾ ഈ പീസ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇങ്ങോട്ട് തിരിക്കുന്നു. അപ്പോൾ ഈ വൈറ്റ് എന്ത് ചെയ്ത്, ഇതാണല്ലോ വൈറ്റ്, നമ്മൾ തിരിക്കുമ്പോൾ നേരെ ഇങ്ങനെ ഇങ്ങോട്ട് പോയി, കണ്ടില്ലേ? എന്നിട്ട് നമുക്ക് ഈ പീസ് എങ്ങോട്ടെങ്കിലും തിരിച്ച് വെക്കുക. ഇങ്ങോട്ട് തിരിച്ച് വെച്ചാൽ അത് ഇവിടെ വന്ന് നമുക്ക് ലോക്കാവും. അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ ആവശ്യമില്ലാത്തൊരു ഭാഗത്തേക്ക് തിരിച്ച് വെക്കുക. കാരണം നമുക്ക് ഇത് നമ്മൾ റിട്ടേൺ കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ വൈറ്റ് പീസ് പോയി പോകും ഇവിടുന്ന്. അപ്പോൾ ഇത് നമുക്ക് റിട്ടേൺ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ട് നീക്കി വെച്ച് കണ്ട് റിട്ടേൺ കൊടുന്നു. അപ്പോൾ ഈ പീസ് നമുക്ക് തേർഡ് ലെയറിൽ കിട്ടി. അപ്പോൾ ഇനി സോൾവ് ചെയ്യാൻ സുഖമാണല്ലോ. നമ്മളെന്താ നോക്കേണ്ടത്, ഇതിൻ്റെ ബേസ് പോയിൻ്റ് നോക്കുക. ഓപ്പോസിറ്റുള്ള ഗ്രീനാണ്, ഗ്രീനിൻ്റെ ബേസ് എവിടെയാണ്, ഈ ഭാഗത്താണ്. ഈ ഭാഗത്താണെങ്കിൽ ഈ ഗ്രീൻ നമ്മൾ ഫേസ് ആക്കി പിടിക്കുക, ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ 2 റൊട്ടേഷൻ, പീസ് റെഡിയായി. കണ്ടില്ല, എന്ത് സിമ്പിൾ സ്റ്റെപ്പാണ്. ഇനി നമുക്ക് ഇവിടെ എവിടെയും വൈറ്റ് ഇല്ല, ഇവിടെയാണ് വൈറ്റ് ഉള്ളത്. ഈ വൈറ്റ് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ഇങ്ങനെ ആക്കുന്നു, റിട്ടേൺ കൊണ്ടുവരുന്നു. അപ്പോൾ എന്താ പ്രശ്നം വെച്ചതെന്ന് വെച്ചാൽ ഇത് താഴെയാണുള്ളത്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഈ ഭാഗത്തേക്ക് തന്നെ ഇതൊന്നും കൂടെ കൊണ്ടുവരാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മളിങ്ങനെ ചെയ്യുന്നു, എന്നിട്ട് ഇത് എങ്ങോട്ടെങ്കിലും തിരിച്ച് വെക്കുന്നു. നമ്മൾ നേരത്തെ തിരിച്ച് വെച്ചാൽ ഇങ്ങോട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഈ സൈഡിലേക്ക് തിരിച്ച് വെക്കാം. കണ്ടില്ല, ഇവിടെ ആയിട്ടാണ് ആ വൈറ്റ് വരുന്നത്. ഇനി നമുക്ക് ഈ പീസ് തെറ്റിപ്പോകരുതല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങോട്ട് റിട്ടേൺ തന്നെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് തേർഡ് ലെയറിലായി. ഇതിൻ്റെ ബേസ് നോക്കുക, റെഡ് ഓൾറെഡി ബേസിൻ്റെ റെഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന വൈറ്റ് ഇവിടെ എത്തി. ഇനി അത് എടുക്കാൻ നോക്കാം. ഇതെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊന്നും ചെയ്തിട്ട് എടുക്കരുത്. നമുക്ക് ഇവിടെയുള്ള ഏതെങ്കിലും ഇനി എവിടെ മാച്ചാവുള്ള ഇവിടെയാണ് ഈ പീസ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എടുക്കുക. അപ്പോൾ ഈ പീസിൻ്റെ താഴത്തല്ല വൈറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ വൈറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരും. ഈ പീസ് നമുക്ക് ഓൾറെഡി മിസ് മാച്ച് ആണല്ലോ. അപ്പോൾ ഈ പീസ് നമുക്ക് കളിക്കുക. ഇത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുന്നു, ഇതിങ്ങനെ അങ്ങോട്ട് തിരിച്ച് വെക്കുന്നു, ഇത് റിട്ടേൺ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ വൈറ്റ് പീസ് ഏതോ ഒരു തേർഡ് ലെയറിൽ വന്ന്, കണ്ടില്ല, വന്ന്. നമ്മൾ ഇതിൻ്റെ ബേസ് പോയിൻ്റ് നോക്കുന്നു, ഓറഞ്ചിൻ്റെ ബേസ് പോയിൻ്റായി. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കണ്ടില്ലേ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ മാച്ചായി. താഴത്തെ എല്ലാ ലെയറും സോൾവായി. പിന്നെ അതിൻ്റോട് കൂടിയിട്ട് ഈ ബേസ് പോയിൻറ്റും സോൾവായി. എല്ലാ ബേസ് പോയിൻറ്റും സോൾവായി. ഇത്രേ നമുക്ക് സോൾവ് ആവേണ്ടുള്ളൂ ഇതിൽ. ഇനി നമ്മളൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അത് വളരെ സിമ്പിളായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. നമുക്ക് എന്താണ് റെഡി ആവേണ്ടതെന്ന് ഈ കട്ട കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ഓർഡറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ സെക്കൻഡ് ലെയറിലെ എഡ്ജ് പീസുകൾ അതായത് കളറിൻ്റെ മാച്ചായിട്ട് ഇവിടെ കൊണ്ടുവരണം. ഈ എല്ലാ എഡ്ജ് പീസുകളും റെഡിയാക്കിയിട്ട് കൊണ്ടുവരണം. അപ്പോൾ അതോടുകൂടി എന്ത് ചെയ്യും, ഈ സെക്കൻഡ് ലെയർ ഫുള്ളായിട്ട് റെഡിയാവും. പിന്നെ ടോപ്പ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടത്, ഇവിടേക്ക് ഈ എഡ്ജ് പീസ് ഉണ്ട്, ഈ ബേസ് പോയിൻറ്റിന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു പീസ് മാച്ചാക്കുക. അപ്പോൾ ഇവിടെ റെഡ് ഉണ്ട്, അപ്പോൾ നമുക്ക് റെഡ് കളറിന് മാച്ചാക്കുക. അപ്പോൾ ഈ റെഡ് കളറിന് മാച്ചാക്കി ഇനി നമുക്കറിയാം ഈ പീസ് എവിടേക്ക് മാറേണ്ടതാണ്. ഒന്നിക്കൽ ഈ പീസ് എങ്ങോട്ട് പോകേണ്ടാവും, ഒന്നിക്കൽ ഈ ഭാഗത്തേക്ക് പോകേണ്ടതാവും, അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് പോകേണ്ടതാവും. അതെങ്ങനെ നമ്മൾ കണ്ടെത്തുകയെന്ന് വെച്ചാൽ ഈ റെഡിൻ്റെ മുകളിലേക്ക് നോക്കുക, ബ്ലൂ ആണുള്ളത്. അപ്പോൾ ഈ ബ്ലൂ നമുക്ക് പോകേണ്ടത് ഇവിടെയാണ്, ബ്ലൂവിൻ്റെ ബേസ് പോയിൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ കട്ടയിൽ നേരെ ഇവിടേക്ക് പോകേണ്ടത്, ഇവിടേക്കല്ലല്ലോ, മനസ്സിലായില്ലേ? ഈ കളർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് പോകണം, ചിലപ്പം ചില കണ്ടീഷനിൽ റൈറ്റ് സൈഡിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡിൻ്റെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് പറഞ്ഞാൽ കേൾക്കാത്തൊരു മെത്തേഡിന് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. പറഞ്ഞാൽ കേൾക്കാത്ത മെത്തേഡ് അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇക്വേഷനായിട്ട് എനിക്ക് നിങ്ങൾ പറയാനറിയില്ല. അപ്പോൾ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം ഇക്വേഷനായിട്ട് ഇതിൻ്റെ എങ്ങനെ വരേണ്ടതെന്ന്. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമിൽ ചെയ്യുമ്പോൾ ഇക്വേഷൻ നോക്കി ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഒരു സംഭവം ഞാൻ വിട്ടുപോയി, അതൊന്നും ഇപ്പോൾ പറഞ്ഞുതരാം. നമ്മളിത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡ് എൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് എൽ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് പറയുക. ക്ലോക്ക് വൈസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് എൽ എന്ന് പറയുക. ആൻറ്റി ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. അതെങ്ങനെ നമുക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇത് നമ്മളെ ഫേസ് ചെയ്ത് പിടിച്ചാൽ ഫേസ് ക്ലോക്ക് കറങ്ങൽ എങ്ങനെയാണ്, നേരെ ഇങ്ങനെയാണല്ലോ ക്ലോക്ക് കറങ്ങുക. ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് കറങ്ങുക. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണെന്ന് ചെറിയ കൺഫ്യൂഷൻ വരും. നമ്മൾ തിരിക്കുമ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ എന്നുള്ളത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് തിരിക്കുമ്പോൾ എന്ന് നമ്മൾ പറയാം, എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് തിരിക്കണം. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഫേസിനോട് ഏകദേശം കൊടുന്ന് ഇതാക്കി നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ക്ലോക്ക് ഇങ്ങനെയാണല്ലോ തിരിയാം. അപ്പോൾ നമ്മൾ ഫേസിനോട് കൊടുന്ന് നമുക്ക് ഇതാക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ്. അതേമാതിരി റൈറ്റ് സൈഡ്
റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അതിനെന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിക്കുക. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ക്ലോക്ക് ഇങ്ങനെയാണ് കറങ്ങുക, ക്ലോക്ക് വൈസ് ഇങ്ങനെ, ആൻറ്റി ക്ലോക്ക് വൈസ് പറയുമ്പോൾ ഇങ്ങനെ. ഇനി അതേമാതിരി യു എന്നുള്ളതിൽ യുവിൽ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരില്ല, ഒരു ഫേസിൻ്റെ പോലെ തന്നെയാണ് കിടക്കുന്നത്. യു എന്നുള്ളത് അപ്പ് സൈഡാണ് കേട്ടോ, സോറി. യു എന്ന് പറയുമ്പോൾ അപ്പ് സൈഡ്, എൽ എന്ന് പറയുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡ്, ആർ എന്ന് പറയുമ്പോൾ ഈ റൈറ്റ് സൈഡ്. ഇനി ഫേസ് എന്ന് പറയാം നമ്മൾ, ഫേസ് എന്ന് പറയുമ്പോൾ ഈ ഭാഗം. അത്രയേ ഉള്ളൂ നമുക്ക് ഈ സംഭവം പഠിക്കാനുള്ളൂ. ചിലതിൽ ബാക്കൊക്കെ കറക്കണുണ്ടാവും, നമുക്ക് പഠിക്കണ്ട, സിമ്പിളായിട്ടുള്ളത് മതി. അപ്പോൾ ഈ റെഡ് വരേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞാൽ കേൾക്കാത്ത മെത്തേഡ് എന്ന് പറയുന്ന കാരണം ഇത് ഈ ഭാഗത്തേക്കാണ് വരേണ്ടത്, എന്നാലും നമ്മൾ തിരിക്കൽ ഈ ഭാഗത്തേക്കാണ്. ഒന്ന് ഇങ്ങോട്ട് തിരിക്കും, ഇതിൻ്റെ ഇക്വേഷൻ സ്ക്രീനിൽ വരും. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് വരേണ്ട പീസ് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ടാണ് തിരിച്ചത്. ഇനി ഇതൊന്ന് മുകളിലേക്ക് തിരിക്കും നമ്മൾ, എന്നിട്ട് പിന്നെയും നമ്മൾ അങ്ങോട്ടാണ് തിരിക്കുന്നത്. ഈ പീസ് ഇങ്ങോട്ടായിരുന്നു വരേണ്ടത്, പക്ഷേ നമ്മൾ ഫസ്റ്റ് തിരിച്ചതും അങ്ങോട്ടാണ്, പിന്നെയും തിരിക്കുന്നത് അങ്ങോട്ടാണ്. അതാണ് പറഞ്ഞാൽ കേൾക്കാത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മളിത് താഴേക്ക് കൊണ്ടുവരും, എന്നിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയ സാധനം റിട്ടേൺ കൊണ്ടുവരും. ഇത്രേ ഉള്ളൂ സ്റ്റെപ്പ്, ഇത്രേ സ്ക്രീനിൽ സ്റ്റെപ്പ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ഫസ്റ്റ് ചെയ്ത ഒരു ബേസ് മെത്തേഡാണ്. ഈ വൈറ്റ് ഉണ്ടല്ലോ, ഈ വൈറ്റ് നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ അറിയാലോ, തേർഡ് ലെയറിലാണെങ്കിൽ വൈറ്റ് ഇങ്ങോട്ട് എത്തിക്കാൻ അറിയാലോ. നമ്മൾ അതിൻ്റെ ബേസ് പോയിൻ്റേക്ക് കൊണ്ടുവരേണ്ട, ബേസ് പോയിൻറ്റിൽ ഓൾറെഡി നിൽക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഓപ്പോസിറ്റ് കളർ ബ്ലൂ ആണ്, അത് ഓൾറെഡി അതിൻ്റെ ബേസ് പോയിൻറ്റിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതോടുകൂടി ഈ എഡ്ജ് പീസും റെഡിയായി. കണ്ടില്ല, മാജിക് തന്നെ അല്ലേ. ഇനി അടുത്ത പീസ് നോക്കാം, ഒരു റെഡാണുള്ളത്. ഇവിടെ നമുക്ക് ഈ പീസ് റെഡിയാക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ഈ റെഡിൻ്റെ ഭാഗത്തേക്ക് കൊടുത്താൽ നമുക്കിത് ഒന്നിക്ക് ഇങ്ങോട്ടോ ആണ് കൊണ്ടുവരേണ്ടത്. പക്ഷേ രണ്ട് ഭാഗത്തേക്കും കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ മുകളിലുള്ള യെല്ലോ ആണ്. യെല്ലോൻ്റെ പീസ് പൊസിഷൻ വരുന്നത് ഈ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പീസ് നമുക്ക് റെഡിയാക്കാൻ പറ്റില്ല. അപ്പോൾ വേറെ നോക്കുക, യെല്ലോ വരാത്ത കളറാണ് നമുക്ക് റെഡിയാക്കാൻ പറ്റുക. യെല്ലോ വരാത്തത് നോക്കുക, നമ്മുടെ റെഡിൽ ബേസിൻ്റെ കൊടുന്ന് വെച്ച് അതിൻ്റെ മുകളിൽ വരുന്നത് ഗ്രീനാണ്. അപ്പോൾ ഗ്രീന് ഈ ഭാഗത്തേക്കാണ് വരേണ്ടത്. അപ്പോൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം നേരത്തെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ആയിരുന്നു ചെയ്തിരുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് ആയിരുന്നു ചെയ്തിരുന്നത്. ഇത് നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലേക്ക് ആകുമ്പോൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത മെത്തേഡാണ്, ഇങ്ങോട്ടാണ് വരേണ്ടത്, പക്ഷേ നമ്മൾ ഈ ഭാഗത്തേക്ക് തിരിക്കുന്നു. എന്നിട്ട് ഇതൊന്നും നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരും, പിന്നെ നമ്മൾ അങ്ങോട്ട് തന്നെ തിരിക്കുന്നു, പറഞ്ഞാൽ കേൾക്കാത്ത മെത്തേഡ്. പിന്നെ ഇത് നമ്മൾ താഴത്തേക്ക് തന്നെ ഇറക്കി വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഒറ്റ തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ എന്താ, ഈ ബേസ് പോയിൻ്റ് മാച്ച് ആയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഒരു ഈ വൈറ്റ് ഈ ഭാഗത്തും വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വൈറ്റ് ഫസ്റ്റ് കൊടുന്ന പോലെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ പീസ് മാച്ചായി. ഇനി നമ്മൾ ഏത് പീസാണ് ഉള്ളത് നോക്കുക, ഇവിടെ ഓറഞ്ച് പീസ് ഉണ്ട്. അപ്പോൾ ഓറഞ്ച് ഇങ്ങനെ കൊണ്ടുവരുന്നു, മാച്ചാക്കുന്നു. ഇത് ലെഫ്റ്റ് സൈഡിലേക്കാണോ റൈറ്റ് സൈഡിലേക്കാണോ അറിയാൻ മുകളിലത്തെ പീസ് നോക്കുന്നു. മുകളിലത്തെ ബ്ലൂ ആണ്, അപ്പോൾ ബ്ലൂ ഈ ഭാഗത്തേക്കാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കാതെ അങ്ങോട്ട് തിരിക്കുന്നു, പിന്നെ ഇങ്ങോട്ട് മേലെ കൊണ്ടുവരുന്നു, പിന്നെയും പറഞ്ഞാൽ കേൾക്കാതെ അങ്ങോട്ട് തിരിക്കുന്നു, റിട്ടേൺ കൊണ്ടുവരുന്നു, ഇതും റിട്ടേൺ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ബേസ് പോയിൻ്റ് മാച്ചായി. ബേസ് പോയിൻ്റ് മാച്ചായാൽ പിന്നെ നമ്മൾ ഈ വൈറ്റ് മാച്ചാക്കുന്നു. വൈറ്റ് മാച്ചാക്കാൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്ന പോലെ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ പീസും റെഡിയാവും, ഒറ്റൊന്നും കൂടി റെഡി ആവാണ്ട്. അപ്പോൾ ആ റെഡി ആവാനുള്ള ഈ പീസാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് ആകുമ്പോൾ നോക്കുക, പറഞ്ഞാൽ കേൾക്കാതെ അങ്ങോട്ട് തിരിയുന്നു, പിന്നെ മുകൾക്ക് കയറ്റുന്നു, അങ്ങോട്ട് തിരിക്കുന്നു, റിട്ടേൺ ഇറക്കുന്നു, ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ബേസ് പോയിൻ്റ് മാച്ചായി, നമ്മൾ വൈറ്റ് മാച്ചാക്കുന്നു, അതോടുകൂടി ഇതും മാച്ചാവുന്നു. ഇപ്പോൾ നമുക്ക് എന്തായി, താഴത്തെ എല്ലാ ലെയറുകളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഫസ്റ്റ് പറഞ്ഞാൽ കേൾക്കാത്ത മെത്തേഡ് എന്നുള്ള മെത്തേഡാണ് പഠിച്ചത്. അതോടുകൂടി ഇത് മൊത്തം റെഡി ആയിക്കുന്നു. ഇനി ഇതിൽ വരാൻ ചാൻസ് ഉള്ള ഒരു എറർ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ കളറുകളൊക്കെ കുറച്ച് ഫെയ്ഡാണ്. ഞാൻ ഇത് ചെയ്യുമ്പോൾ വരാൻ ചാൻസ് ഉള്ള ഒരു എററാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ലെയറിലെ എഡ്ജുകൾ റെഡിയാക്കാനാണല്ലോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള പീസുകൾ ഇങ്ങോട്ടാണോ എന്നാണ് നോക്കുക. അപ്പോൾ നമ്മൾ ഈ പീസ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് യെല്ലോ ആണ്. അപ്പോൾ ഇത് ഇവിടേക്കും തിരിക്കാൻ പറ്റില്ല. നമ്മൾ വേറൊരു പീസ് എടുത്ത് നോക്കുമ്പോഴോ ഇതിൻ്റെയും യെല്ലോ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന മൊത്തം ഇങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്കിത് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല, ഈ പീസ് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. കാരണം ഇവിടെ വരേണ്ട പീസുകളൊക്കെ ഇവിടേക്ക് ഇറങ്ങിപ്പോയതാണ് ഓട്ടോമാറ്റിക് വരുന്നത്. അങ്ങനെ വരുന്ന ഒരു മിസ്റ്റേക്കാണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ പീസ് ഇവിടേക്കുള്ളതാണ് എന്ന് സങ്കല്പിച്ചിട്ട്, അല്ലെങ്കിൽ ഇവിടേക്കുള്ളതാണെന്ന് സങ്കല്പിച്ചിട്ട്, ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ളതാണെന്ന് സങ്കല്പിച്ചിട്ട് നമ്മൾ ഒരു മെത്തേഡ് അങ്ങനെ ചെയ്യുക. ഇപ്പോൾ ലെഫ്റ്റ് സൈഡാണെങ്കിൽ ഒരു മെത്തേഡ്, റൈറ്റ് സൈഡാണെങ്കിൽ ഒരു മെത്തേഡും പറഞ്ഞല്ലോ, പറഞ്ഞാൽ കേൾക്കാത്ത മെത്തേഡ്. അപ്പോൾ നമ്മൾ ഈ പീസ് ഇവിടേക്കാണെന്ന് വിചാരിച്ചിട്ട് സങ്കല്പിക്കുകയാണ്. ഇങ്ങോട്ടാണെങ്കിൽ ഇത് എങ്ങോട്ടാണ് പറഞ്ഞാൽ കേൾക്കാതെ അങ്ങോട്ടാണ് പോവുക. അങ്ങോട്ട് പോകുന്നു, ഇത് കയറ്റുന്നു, പിന്നെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നു, ഇത് റിട്ടേൺ ഇറക്കുന്നു, ഇതിങ്ങോട്ട് കൊണ്ടുവരുന്നു. ഈ റെഡ് ബേസ് മാച്ച് ആക്കുന്നു, വൈറ്റ് ഇങ്ങോട്ട് ഇറക്കി കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു യെല്ലോ ഇങ്ങോട്ട് ഇറങ്ങിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പീസ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഇതല്ല, കാരണം ഇതിലും യെല്ലോ ഉണ്ട്, ഇതിലും യെല്ലോ ഉണ്ട്. അപ്പോൾ ഇതുമല്ല. അപ്പോൾ ഇതാണ് പീസ്, കണ്ടില്ലേ, ഈ പീസ് എന്താണ് ബ്ലൂ റെഡ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഭാഗത്തേക്ക് ഇറക്കി കൊടുത്താൽ റെഡിയാവും.
അപ്പോൾ ഇങ്ങനെ ഫുൾ യെല്ലോ വന്ന് നിൽക്കുന്ന ടൈമിൽ നമ്മൾ ഏതെങ്കിലും ഒരു പീസ് റൗണ്ടായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് താഴത്തെ 2 ലെയറും റെഡി ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് യെല്ലോ പ്ലസ് ആണ് ഉണ്ടാക്കേണ്ടത്. യെല്ലോൻ്റെ ബേസ് പോയിൻ്റ് ഇവിടെ ഓൾറെഡി ഉണ്ടാവും, ഇതൊരിക്കലും മാറില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പ്ലസ് ആണ് ഉണ്ടാക്കേണ്ടത്. യെല്ലോ വരുന്ന രീതിയിലുള്ളൊരു പ്ലസ് ഉണ്ടാക്കണം, എന്നാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിട്ടാൻ 3 ചാൻസ് ഉള്ളത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ഈ യെല്ലോ ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു മെത്തേഡ് ചെയ്യാം. ഒരു മെത്തേഡ് തന്നെ ചെയ്യാനുള്ളൂ, ഫേസ് റൊട്ടേഷൻ മെത്തേഡ് എന്നാണ് ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഈ ഫേസ് ഭാഗം ഉണ്ടല്ലോ, ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു കളിയാണ്. ഇതിൽ ഇക്വേഷൻ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക. ഈ ഒറ്റ കളി മാത്രം ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. നമുക്ക് പ്ലസ് കിട്ടുന്നത് വരെ ചെയ്യാം. സിമ്പിളാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇപ്പോൾ ഇവിടെ ഒരു യെല്ലോ ആണല്ലോ, പ്ലസ് ആണ്, ഒറ്റ യെല്ലോ ഉള്ളല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു എല്ല് കിട്ടണം, ഇങ്ങനെ യെല്ലോൻ്റെ ഒരു എല്ല് കിട്ടണം. പിന്നെ ഒരു യെല്ലോൻ്റെ ലൈന് കിട്ടണം. എന്നിട്ട് പിന്നെ ഒന്നും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് യെല്ലോൻ്റെ പ്ലസ് കിട്ടും. അങ്ങനെയാണ് വരിക, സ്റ്റേജുകൾ അങ്ങനെയാണ് വരിക. അപ്പോൾ അതിന് ഫേസ് റൊട്ടേഷൻ മെത്തേഡ് ആദ്യം നമുക്ക് ഇങ്ങനെ ഫേസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് മുകളിലേക്ക് കൊടുക്കുക, ഇത് ഇങ്ങോട്ട് കറക്കുക, എന്നിട്ട് ഇത് റിട്ടേൺ കൊണ്ടുവരിക, പിന്നെ ഇങ്ങോട്ട് തന്നെ കറക്കുക. അപ്പോൾ നമുക്കൊരു ലോജിക്ക് ഉപയോഗിച്ചിട്ട് മനസ്സിലാവും പിന്നെ ഇത് ഇങ്ങോട്ടാതിരിക്കേണ്ടി എന്നുള്ളത്. കാരണം ഈ ഫേസ് ഇങ്ങോട്ട് റിട്ടേൺ കൊണ്ടുവരിക. ഈ കളറുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആദ്യം ഒരു വട്ടം ഇക്വേഷൻ നോക്കി ചെയ്താൽ മതി സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു എല്ല് കിട്ടി, യെല്ലോൻ്റെ ഒരു എല്ല് കിട്ടി. അപ്പോൾ ആ എല്ല് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പിടിക്കുക. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഈ എല്ല് വരുന്ന രീതിയിൽ. ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ഇവിടെ ഒരു യെല്ലോ കളർ വന്നിട്ടുണ്ടാവും, ഇവിടെ വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടാവും. അതൊന്നും നമുക്ക് നോക്കരുത്. നമ്മളിങ്ങനെ ഒരു യെല്ലോൻ്റെ എല്ല് ഇങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് മാത്രം ഫോക്കസ് ചെയ്യുക. അത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിടിക്കുക. വീണ്ടും ഈ ഫേസ് റൊട്ടേഷൻ മെത്തേഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നു, റിട്ടേൺ ഇറക്കുന്നു, ഇങ്ങനെ തന്നെ കൊണ്ടുവരുന്നു, ഇതിങ്ങനെ കണ്ട് ഇറക്കി ഫേസ് തിരിച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ കണ്ടില്ല, അപ്പോൾ ഒരു എല്ല് കിട്ടി. ഈ എല്ല് നമുക്കിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരുന്ന രീതിയിൽ പിടിച്ചിക്കാണ്ട് പിന്നെ ഈ മെത്തേഡ് തന്നെ ചെയ്യാം. ഇങ്ങനെ പിടിച്ച് ചെയ്യരുത്, വെർട്ടിക്കലായി ചെയ്യരുത്, ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരുന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ട് പിന്നെയും ഈ സെയിം മെത്തേഡ് തന്നെ ചെയ്യുക. എന്താണ് ഫേസ് റൊട്ടേഷൻ മെത്തേഡ്. ഇക്വേഷൻ ഞാൻ സ്ക്രീനിൽ കാണിക്കുക. അപ്പോൾ ഇവിടെ ഒരു എല്ലോ ഉണ്ട്, അതൊന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ചിലപ്പോൾ ഇവിടെയൊക്കെ എല്ലോ വരും, അതൊന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. എല്ലോ പ്ലസ് കിട്ടുന്നുണ്ടോ നോക്കുക, കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണോ എന്നത് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സെയിം മെത്തേഡ് ഫേസ് റൊട്ടേറ്റ് ചെയ്യുന്നു, ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നു, ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, ഇത് റിട്ടേൺ ഇറക്കുന്നു, ഇങ്ങോട്ടാക്കുന്നു, ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് യെല്ലോൻ്റെ ഒരു പ്ലസ് കിട്ടിയില്ല, കണ്ടില്ലേ. ഇവിടെയും യെല്ലോ കിട്ടിയിട്ടുണ്ടാകും, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യരുത്. യെല്ലോൻ്റെ പ്ലസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആ പ്ലസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അടുത്ത സ്റ്റെപ്പും റെഡിയായി. റൊട്ടേഷൻ മെത്തേഡ് നമ്മളെ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്, അതിൻ്റെ പേരാണ് ഫേസ് റൊട്ടേഷൻ മെത്തേഡ്. യെല്ലോൻ്റെ ഈ പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തേർഡ് മെത്തേഡാണ്. അത് ഡബിൾ റൊട്ടേഷൻ മെത്തേഡാണ്. അതെന്തിന് ഡബിൾ റൊട്ടേഷൻ മെത്തേഡ് 1 സൈഡ് എന്ന് പറയുന്നത്. കാരണം അടുത്തതായിട്ട് പിന്നെ ഒരു ഡബിൾ സൈഡ് റൊട്ടേഷൻ മെത്തേഡ് 2 സൈഡ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് 1 സൈഡ് എന്ന് പറയുന്നത്. കാരണം സൈഡ് ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ എഡ്ജിൻ്റെ ടി കിട്ടാനാണ്. ഇപ്പോൾ നമ്മളിവിടെ കണ്ടില്ല, ഈ എഡ്ജ് ഇപ്പോൾ നമുക്കൊരു ടി ആയിട്ട് കിട്ടണം. ഇവിടെ ഒരു ഇത് വന്നപ്പോൾ ഇതൊരു ടി ആയി. ഈ ഒരു സൈഡേ ടി ആയിട്ടുള്ളൂ, ഇവിടെ ടി ആയി. പക്ഷെ ഇവിടെയും ടി ആയി. ഇത് ഓൾറെഡി 4 റെഡി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ വരലില്ല, സാധാരണ ഇങ്ങനെ വരലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഒന്ന് തെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഒന്ന് തെറ്റായിട്ടുണ്ടാവും, കണ്ടില്ലേ. ഈ യെല്ലോ പ്ലസ് ഇവിടുന്ന് പോയിട്ടില്ല, ഈ എഡ്ജ് പീസ് തെറ്റായിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് എഡ്ജിൻ്റെ ടി ഒന്നേ റെഡി ആയിട്ടുള്ളൂ. ഇവിടെ ഇത് റെഡി ആയിട്ടില്ല, ഇതും തെറ്റാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെത്തേഡാണ് ഈ റെഡിയായ കളർ ഉണ്ടല്ലോ, അത് ഈ ഭാഗത്തേക്ക് പിടിക്കുക. ചിലപ്പോൾ 2 കളർ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഒരു ഭാഗം കളർ മാടി റെഡി ആയിക്കണമെങ്കിൽ ഞാൻ ഇപ്പോൾ ചിലപ്പോൾ ഇതിമേ തന്നെ നമുക്ക് കിട്ടും. ഞാൻ ഒന്ന് നോക്കാം. കണ്ടില്ല, ഇപ്പോൾ 2 കളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ 2 കളർ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒരു കളർ ഈ ഭാഗത്തേക്ക് പിടിക്കുക, റെഡിയായ ഭാഗം. മറ്റേ റെഡിയായ ഭാഗം ഈ ബാക്ക് സൈഡിലേക്ക് പിടിക്കുക. ഈ 2 പീസ് അപ്പോൾ റെഡി ആവാത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ പിടിച്ചിക്കാണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഡബിൾ റൊട്ടേഷൻ മെത്തേഡ് 1 സൈഡ്, അത് ഈ സൈഡാണ്, റൈറ്റ് സൈഡാണ്. ഈ റൈറ്റ് സൈഡിൽ പിടിച്ചിക്കാണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡബിൾ റൊട്ടേഷൻ എന്ന് പറയാൻ കാരണം ആദ്യം ഒന്ന് ഉണ്ടാക്കുന്നു, പിന്നെ ഡബിളാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. 1 2, എന്നിട്ട് ഇതിങ്ങനെ തിരിച്ച് കൊണ്ടുവരുന്നു. പിന്നെ ഈ ഡബിൾ റൊട്ടേറ്റും ചെയ്ത് അതും തിരിച്ചു കൊണ്ടുവരുന്നു. ഓരോ സ്റ്റെപ്പായിട്ടാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. ഇങ്ങനെ റിട്ടേൺ കൊടുന്നു, പിന്നെ ഇങ്ങനെ പിന്നെ ഒന്ന് റിട്ടേൺ കൊടുന്നു, പിന്നെ ഇങ്ങനെ ഇറക്കി വെച്ചു. പിന്നെ അതോടുകൂടി സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെ ഈ കളർ നമ്മളൊന്ന് മാച്ചാക്കി നോക്കുക. ഈ മാച്ചാക്കി നോക്കിയാൽ ഓട്ടോമാറ്റിക് റെഡി ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, 4 പീസും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു പീസ് മാത്രമേ നമുക്ക് ചിലപ്പോൾ റെഡി ആയിട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ അത് ഈ ഭാഗത്തേക്ക് പിടിച്ചിക്കാണ്ട് ഈ മെത്തേഡ് ചെയ്യുക. ഈ മെത്തേഡിനെ പിന്നെ റിപ്പീറ്റ് ചെയ്യുക റെഡി ആയില്ലെങ്കിൽ. അപ്പോൾ 2 സൈഡ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് ഈ ഭാഗത്തും ഒരു സൈഡ് ഈ ഭാഗത്തും പിടിക്കുക, ബാക്കൊക്കെ പിടിക്കുക. എന്നിട്ട് ഈ ഡബിൾ റൊട്ടേഷൻ മെത്തേഡ് ചെയ്യുക. അപ്പോൾ 4 പീസും റെഡിയാവും. അപ്പോൾ അതോടുകൂടി നമ്മൾ അടുത്ത സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ 4th സ്റ്റെപ്പാണ് പഠിക്കാൻ പോകുന്നത്. 4th സ്റ്റെപ്പ് ഡബിൾ സൈഡ് അപ്പ് മെത്തേഡ് എന്ന് പറയും. ഇതെന്തിനാണ് ചെയ്യണതെന്നുള്ള ആദ്യം പറഞ്ഞുതരാം. ആ ബേസ് മനസ്സിലാക്കി ഞങ്ങൾക്ക് ചെയ്യാൻ സിമ്പിളായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് വരാൻ ചാൻസ് ഉള്ള സംഭവങ്ങളാണ്. ഒന്നത് ഈ സൈഡത്തെ പീസ് തന്നെയാണ്, ഇത് ഈ സൈഡത്തെ പീസല്ല. ചിലപ്പോൾ ഈ പീസ് ഇതേമാതിരി തന്നെ കിട്ടണമെന്നില്ല കേട്ടോ. അത് ചിലപ്പോൾ ഒന്നിങ്ങനെ കറങ്ങിയിട്ട് കിട്ടും. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരികയാണെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ കിട്ടൽ വളരെ അപൂർവമാണ്. അപ്പോൾ ഇതൊന്ന് മാറ്റിത്തരാം.
ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും മേജറിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടാവുക. ഈ ടീ ഒക്കെ റെഡിയാവും, യെല്ലോ പ്ലസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ നോക്കേണ്ട ഈ 4 കോർണർ പോയിൻറ്റുകൾ മാത്രമാണ്. ഈ കോർണർ പോയിൻറ്റുകൾ വരാൻ 2 സാധ്യതയാണുള്ളത്. ഒന്ന്, ഇത് ചിലപ്പം ഈ സൈഡത്തെ പീസ് തന്നെ ആയിരിക്കും. അതെങ്ങനെയാണ് നമുക്ക് കണ്ടെത്തുന്നത്? ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇത് ഈ സൈഡത്തെ പീസ് തന്നെയാണ്. നമ്മൾക്ക് കളർ മാച്ചാണോ എന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ അതായത് ഈ യെല്ലോ ഇവിടുത്തതാണ്, ഈ ബ്ലൂ ഇവിടുത്തതാണ്, ഈ ഓറഞ്ച് ഇവിടുത്താണ്. അതായത് ഇത് ഈ സൈഡത്തെ പീസ് തന്നെയാണ്. ഇത് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യിക്കാനാണുള്ളത്. റൊട്ടേറ്റ് ചെയ്യാൻ വേറൊരു മെത്തേഡാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഇത് ചിലപ്പോൾ ഇവിടുത്തെ പീസല്ല, ഇത് ഇവിടുത്തെ പീസല്ല. ഇവിടുത്തെ പീസ് അല്ലെങ്കിൽ ഇവിടുത്തെ പീസ് ഇവിടേക്ക് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ടത് വേറൊരു മെത്തേഡാണ്. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം എല്ലാ ഭാഗത്തേക്കും അതാത് പീസുകൾ കൊടുന്ന് വെക്കണം. ഇപ്പോൾ ഇത് ഇവിടുത്തെ പീസാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതേമാതിരി ഇത് നമ്മൾ മാച്ച് ആക്കണ്ട, ഇങ്ങനെ മാച്ച് ആക്കണ്ട, കളറോട് കളർ മൊത്തം മാച്ച് ആക്കണ്ട. ആദ്യം അതാത് പൊസിഷനക്ക് അതാത് പീസ് കൊടുന്ന് വെക്കുക. ഇവിടുത്തെ കളറ്, ഇവിടുത്തെ പീസിൽ ഏതൊക്കെ ഉണ്ടാവും കളറ്? ഒന്ന് ഈ കളറ്, ഒന്ന് ഈ കളറ്, ഒന്ന് ഈ കളറ്, ഈ കളറ്. അപ്പോൾ ഇവിടുത്തെ പീസാണ് നമുക്കത് ഉറപ്പിക്കാം, 3 കളർ വന്നാൽ. അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ആദ്യം ഇത് റെഡിയുള്ള പീസാണല്ലോ, ഇത് ഇവിടുത്തെ കളറ് റെഡിയാണല്ലോ. അപ്പോൾ ഈ കളറ് റെഡിയാണെങ്കിൽ ഇവിടുത്തെ കളറ് അത് ഈ റൈറ്റ് സൈഡ് പിടിക്കുക നമ്മൾ. എന്നിട്ട് നമുക്ക് റെഡിയാക്കേണ്ട തെറ്റുള്ള ഭാഗം, മിസ്മാച്ചുള്ള ഭാഗം ഇവിടെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഈ മെത്തേഡിൻ്റെ പേരാണ് ഡബിൾ സൈഡ് അപ്പ് മെത്തേഡ്. ഇത് നമ്മളെ 4th സ്റ്റെപ്പാണ്. ഇത് കോർണർ പീസുകൾ റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കോർണർ പീസുകൾ മാച്ചായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, റെഡി ആവാനല്ല, മാച്ച് ആവാൻ. അപ്പോൾ ഇത് മാച്ച് ആവാൻ ഡബിൾ സൈഡ് അപ്പ് മെത്തേഡാണ്. കാരണം 2 സൈഡും നമ്മൾ അപ്പ് ചെയ്യും. ഫസ്റ്റ് ഈ സൈഡ് അപ്പ് ചെയ്യും, എന്നിട്ട് ഒന്ന് കറക്കും, എന്നിട്ട് ഈ സൈഡ് അപ്പ് ചെയ്യും, എന്നിട്ട് ഇത് റിട്ടേൺ കൊണ്ടുവരും, ഇത് മാച്ചാക്കിയിട്ട് ഇറക്കി വെക്കും, ഇത് റിട്ടേൺ കൊണ്ടുവരും, ഇത് മാച്ചാക്കിയിട്ട് ഇറക്കി വെക്കും. അപ്പോൾ അതിനോട് കൂടി കോർണർ പീസ് ഒന്ന് തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഇങ്ങോട്ട് തിരിക്കണം. അതെങ്ങനെ അറിയാമെന്ന് വെച്ചാൽ, ഈ കളറാണ് ഇവിടെ, ബ്ലൂ ഇവിടേക്ക് വന്നിട്ടുണ്ടാവും, ഇങ്ങോട്ട് കൊടുന്നാൽ റെഡിയാവും. കണ്ടില്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ പീസ് റെഡി ആവേണ്ടതാണ്. പക്ഷേ ഇത് റെഡി ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ പീസ് മാറൂല കേട്ടോ. നമ്മൾ ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പീസ് മാറൂല. ഈ പീസ് ഓൾറെഡി റെഡിയുള്ള പീസാണ്. നമ്മൾ ഈ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് ചെയ്തത്. ഈ പീസാണ് മാറ്റേണ്ടത് നമുക്ക്. അപ്പോൾ ഇത് നമ്മൾ ഒരു വട്ടം ചെയ്തിട്ട് മാറിയിട്ടില്ല. കാരണം എന്താണ്, ഗ്രീന് മാച്ച് ആയിരിക്കുന്നത്, പക്ഷേ റെഡ് നമുക്ക് ഇവിടെ വരേണ്ടതല്ല, റെഡ് ഇവിടെ ഇല്ല. അതുകൊണ്ട് ഈ ഭാഗത്തല്ല. അപ്പോൾ ഇതേ സെയിം സംഭവം ഒന്നും കൂടെ ചെയ്യുന്നു നമ്മൾ. ഡബിൾ സൈഡ് അപ്പ് മെത്തേഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊന്നും കൂടെ ചെയ്യുന്നു, ഈ പീസും കണ്ടാക്കുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇത് റെഡിയായി. ഇതിൽ ഈ പീസും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ ശ്രമിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ, 4 ഈ കോർണർ പീസുകൾ അതാത് പ്ലേസിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. റെഡിയാക്കൽ നമ്മൾ പിന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അത് 5ാമത്തെ സ്റ്റെപ്പാണ്. 5ാമത്തെ സ്റ്റെപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇതേപോലെ കൊണ്ടുവരാനാണ്. അത് ഈ സൈഡിൽ ഓൾറെഡി വന്ന് റെഡിയായി, ഓട്ടോമാറ്റിക് റെഡിയായി. ഈ സൈഡിന് നമ്മൾ അതാത് ഇതൊന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കണം. ഈ ബ്ലൂ ഇങ്ങോട്ടാണ് വരേണ്ടത്, ഓറഞ്ച് ഇങ്ങോട്ടാണ് വരേണ്ടത്, യെല്ലോ ഇങ്ങോട്ടാണ് വരേണ്ടത്. ഇവിടെയും അതേ അവസ്ഥയാണ്. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഈ സൈഡ് ഓൾറെഡി റെഡി ആയിക്കണമല്ലോ. ഇത് റെഡി ആയിട്ടില്ലെങ്കിൽ ഇത് ഓൾറെഡി റെഡി ആയിക്കണം. ഇത് റെഡി ആയതുകൊണ്ട് ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യുന്നു. എന്നിട്ട് റൈറ്റ് സൈഡിലാണ് നമ്മൾ ഈ മെത്തേഡ്. റൈറ്റ് സൈഡിൽ ഇങ്ങനെ വരുന്നു. ഇതിനെന്താ ഹെഡ്ലൈറ്റ് എന്നൊക്കെ പറയും കേട്ടോ. നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഇത് ഹെഡ്ലൈറ്റ് പോലെയാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഈ 5ാമത്തെ മെത്തേഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെത്തേഡാണ്. ഇതിന് ഡബിൾ സൈഡ് റൊട്ടേഷൻ, 2 സൈഡ് എന്ന് പറയും. കാരണം നമ്മൾ നേരത്തെ ഡബിൾ സൈഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തല്ലോ, ഈ പീസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്, ഈ എഡ്ജ് പീസുകൾ വലിയ ടീ കിട്ടാൻ വേണ്ടിയിട്ട്. ആ മെത്തേഡ് നമ്മൾ ഒരു സൈഡിലാണ് ചെയ്തത്. ആ മെത്തേഡിനെ നമ്മൾ ഈ സൈഡിലും ചെയ്യും. നമ്മൾ നേരത്തെ റൈറ്റ് സൈഡിൽ ചെയ്ത് അതന്നെ ലെഫ്റ്റിലും റൈറ്റിലും ചെയ്യും ഒരേപോലെ. അപ്പോഴാണ് ഇത് റെഡിയായി മാറുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഡബിൾ സൈഡ് അപ്പ് മെത്തേഡ് 1, 2, ഡബിൾ സൈഡ് 2 റൊട്ടേഷൻ മെത്തേഡ്. റിട്ടേൺ കൊണ്ടുവന്ന് ഇങ്ങനെ വിടുന്നു. ഇനി ഇങ്ങനെ ചെയ്തതിൻ്റെ ശേഷം ഇത് ഒരു വട്ടം നമ്മൾ ഈ സൈഡിൽ ചെയ്ത്, ഇനി ഈ സൈഡിലും ചെയ്യണം അത്. അപ്പോൾ നമുക്കത് റെഡി ആവുള്ളൂ. ഇത് അപ്പോൾ നമ്മളിങ്ങനെ പീസ് ഇങ്ങനെ മാറിപ്പോകുകയൊന്നും ചെയ്യരുത്. ഇതേ പൊസിഷനിൽ തന്നെ പിടിച്ചിട്ട് കീപ്പ് ചെയ്തിട്ട് ചെയ്യണം. 1, 2 ഡബിൾ റൊട്ടേറ്റ് ചെയ്ത് ഇത് റിട്ടേൺ ഇറക്കി. എന്നിട്ട് ഇതിന് പിന്നെ നമ്മൾ ക്ലോക്ക് വൈസാണ് കറക്കേണ്ടത് കേട്ടോ. അത് ചെറിയൊരു മാറ്റമുണ്ട്. പിന്നെയും ക്ലോക്ക് വൈസാണ് കറക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് പീസ് റെഡി ആയി പോയി. ഇനി ചില സന്ദർഭങ്ങളിൽ ഞാനിത് ഒരു എറർ വരാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അതൊന്ന് കാണിച്ചു തരാം. നമ്മൾ ലാസ്റ്റ് കാണിച്ച 5th സ്റ്റെപ്പിൽ നമുക്ക് പിന്നെ ഇങ്ങനെ കിട്ടാനും ഒരു ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ 4th സ്റ്റെപ്പിലാണല്ലോ എല്ലാ പീസുകളും മാച്ചാക്കി വന്നത്. മാച്ചാക്കുക എന്ന് വെച്ചാൽ കളറുകൾ മാച്ചാക്കുക. കണ്ടില്ല, ഈ കളറ് ഇവിടെ റെഡും ബ്ലൂവും ഓറഞ്ചും ആണ് വരേണ്ടത്. ആ 3 കളറാണ് ഈ പീസും ഉള്ളത്. ഇവിടെ വരേണ്ട 3 കളറാണ് ഈ പീസും ഉള്ളത്. ഇവിടെ വരേണ്ട 3 കളറാണ് ഈ പീസും ഉള്ളത്. ഇത് നമ്മൾ 4ാമത്തെ ഡബിൾ സൈഡ് അപ്പ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഡബിൾ സൈഡ് ഇങ്ങനെ കറക്കി ഇങ്ങനെയാക്കിയിട്ടുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അത് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് അതിങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുക. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ ഇനി നമ്മൾ 5ാമത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, 5ാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് വന്നപ്പോൾ ഓൾറെഡി 2 സൈഡ് റെഡിയായി. അപ്പോൾ ചിലർക്ക് അങ്ങനെ റെഡി ആവാതെ വരും. അതുകൊണ്ടാണ് ഈ ഇതൊന്നും കൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ റെഡി ആയ ഭാഗം ലെഫ്റ്റ് സൈഡിലേക്ക് പിടിച്ചിട്ടാണ് ചെയ്തത്. ഇതിപ്പോൾ ഏത് ഭാഗവും റെഡി ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് എങ്ങനെയെങ്കിലും കട്ട പിടിക്കുക. എന്നിട്ട് ഈ
ഡബിൾ റൊട്ടേഷൻ മെത്തേഡ് 2 സൈഡുള്ളത് ചെയ്യുക. ഫസ്റ്റ് ഈ റൈറ്റ് സൈഡിലാണ് ചെയ്യേണ്ടത്. ഡബിൾ റൊട്ടേഷൻ 1 2 റിട്ടേൺ ഇറക്കി, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഇറക്കി, ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഇറക്കി റിട്ടേൺ എടുത്ത്, എന്നിട്ട് ഇതേമാതിരി പൊസിഷൻ മാറാതെ ഇവിടെയും ചെയ്യുന്നു. ഡബിൾ സൈഡ് 1 2 വട്ടം റൊട്ടേറ്റ് ചെയ്ത് ഇത് റിട്ടേൺ ഇറക്കി. ഇതിൽ ക്ലോക്ക് വൈസ് തന്നെ കേട്ടോ കറക്കേണ്ടി. ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും റെഡി ആയാൽ ഇല്ല, എവിടെയും ഒറ്റ പീസ് റെഡി ആയിക്കണേ. അപ്പോൾ ഇത് നമ്മൾ ഈ റെഡി ആയ ഭാഗം ഉണ്ടല്ലോ, ഈ ഒറ്റ പീസ് റെഡി ആയിക്കണം ഇവിടെ. അപ്പോൾ ആ ഭാഗം ഇങ്ങോട്ട് പിടിക്കുക, ഇങ്ങോട്ട് കൊണ്ടുവരിക. ഒറ്റ പീസ് റെഡി ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ അതാത് പൊസിഷൻ മാറില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും പൊസിഷൻ മാറില്ല. കണ്ടില്ല, കറക്റ്റ് കളറുള്ള അതാത് പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുക റൊട്ടേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് ഇതേ മെത്തേഡ് ഒന്നും കൂടെ ചെയ്യുക. 1 2 റിട്ടേൺ ഇറക്കുക. ഈ കേസ് ഞാൻ ഇതിൽ കാണിക്കുക സ്ക്രീനിൽ. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ കാണിച്ചപ്പോൾ എന്താ ചെയ്ത് ഒരു സൈഡും കൂടെ റെഡിയായി. കണ്ടില്ലേ, 2 സൈഡ് റെഡിയായി. ഈ 2 സൈഡ് റെഡി ആയാൽ ഇങ്ങനെ പിടിച്ചിക്കാണ്ട് ഈ മെത്തേഡിനെ ഒന്നും കൂടെ ചെയ്യുക. ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെയും കാണിച്ച് ടൈം കളയണില്ല. അപ്പോൾ ഓക്കെ, നിങ്ങൾ നല്ല കമൻറ്റുകളൊക്കെ കമൻറ്റ് ചെയ്യുക പഠിച്ചു കഴിഞ്ഞാൽ. എങ്കിലേ നമുക്ക് 4x4 സ്റ്റെപ്പ് നമുക്ക് ഉടനെ 4x4 ക്യൂബിൻ്റെ നമുക്ക് ഉടനെ കാണിക്കാം.